തൃശൂർ കോടാലിയിൽ വീട്ടിൽ നിന്ന് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരൻ അനോഷ് ആശുപത്രി വിട്ടു. അനോഷ് പൂർണ്ണ ആരോഗ്യവാനെന്ന് അങ്കമാലി അപ്പോളോ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം ഗുരുതരാവസ്ഥയിൽ ആയിരുന്നുവെന്നും പ്രശ്നങ്ങൾ പൂർണ്ണമായി ഭേദമായെന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. ഒരു 5-6 ദിവസം തൊട്ട് എല്ലാ കാര്യങ്ങളും പഴയ മെമ്മറിയും പഴയ ഓർമ്മയും വെച്ച് എല്ലാ കാര്യങ്ങളും പറയുകയും ഇന്നിപ്പോൾ 8-ാം ദിവസം 9-ാം ദിവസം ആയപ്പോൾ മരുന്നുകളെല്ലാം ഞങ്ങൾ മിനിഞ്ഞാ 2 ദിവസം മുമ്പോട്ട് ഇഞ്ചക്ഷൻ നിർത്തി ഗുളികകളാക്കി പൂർണ്ണ ആരോഗ്യമായായിട്ടാണ് ഇന്ന് വീട്ടിൽ പോകുന്നത്. ഒരു സാധാരണ കുട്ടി കളിക്കണമെങ്കിൽ കുറച്ച് വേദനയുണ്ട്. എൻ്റെ വിശ്വാസം അനുസരിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായിട്ടും ഒരു ഗ്രൗണ്ടിലിറങ്ങി കളിക്കാൻ പറ്റും. ഏറെ വൈകാരികമായാണ് അനൂഷിന്റെ പിതാവ് പ്രതികരിച്ചത്. ഒരു മകൻ പോയി, ഒരാളെയെങ്കിലും കിട്ടണേ എന്നായിരുന്നു പ്രാർത്ഥനയെന്നും പിതാവ് സിൽജോ പറഞ്ഞു. താമസിച്ചിട്ട് വേറെ നമുക്ക് നോക്കാണ്ടോ അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ തലവണ കവറിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാണ്ടെന്നുള്ള രീതിയിലല്ല വരാം. അതാണ് പറയുന്നത്. ഇവരെല്ലാവരും പ്രത്യേകിച്ച് അപ്പോളോ ഹോസ്പിറ്റലിൽ അതുപോലെ എല്ലാ സാറന്മാരും ഇപ്പോൾ ഞങ്ങളുടെ സലീഷയുടെ ആംബുലൻസ് ഡ്രൈവർ വീടിൻ്റെ അടുത്തുള്ള ആളൊക്കെ ഒരുപാട് ഇപ്പോൾ ഇന്ന് വരെ വന്ന ആൾ പോയിട്ടുള്ളത് ആൾക്കാരില്ല. അവിടെ അമ്പോട്ടൻ അതുപോലെ അവന് ചികിത്സാ സഹായം സർക്കാർ സാർ എല്ലാവരോടും ഞങ്ങളുടെ നന്ദി. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി എന്ന് അനോഷ് പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. എനിക്ക് ഫുട്ബോളൊക്കെ കിട്ടി. അടുത്ത മാസം വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, മലയാളികളുടെ ആകെ പ്രാർത്ഥന അനൂഷ് തിരികെ വരണേ എന്ന്. അത് ഇപ്പോൾ ചിരിയോടുകൂടി അനൂഷ് ആശുപത്രി വിട്ടിരിക്കുന്നു അല്ലേ? അതേ അനൂപ്, നിറകൺ ചിരിയും ഒപ്പം തന്നെ ആശ്വാസവും നൽകുന്ന കാഴ്ചയും വാർത്തയുമാണിത്. കാരണം അനൂഷ് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഏകദേശം ഏപ്രിൽ 18-നാണ് ഈ സഹോദരങ്ങളെ പാമ്പ് കടിച്ചത്. അതിനുശേഷം നമുക്ക് അലോജിനെ നഷ്ടപ്പെട്ടു. കാരണം ചാലക്കുടിയിലെ ആശുപത്രിയിലേക്ക് ഇത് പാമ്പ് കടിച്ചതാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ചാലക്കുടിയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കും വഴി തന്നെ അലോജ് വിടവാങ്ങുകയായിരുന്നു. പിന്നീട് സഹോദരൻ അനോഷ് അവിടെ നിന്നും ഈ അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിച്ചതു മുതൽ വെന്റിലേറ്ററിലായിരുന്നു. ഓരോ നിമിഷവും ഈ കുട്ടിയുടെ ജീവിതത്തിൽ അത് മടങ്ങി എന്നുള്ള പ്രാർത്ഥനയിലും ആഗ്രഹത്തിലും ഒക്കെ ആയിരുന്നു ഓരോ മലയാളിയും ഉണ്ടായിരുന്നത്. അത് സാധ്യമായിരിക്കുന്നു, സഫലമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഡോക്ടർമാരും ഒപ്പം തന്നെ ഈ അനൂഷിന്റെ പിതാവും കൂടി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവർ പ്രധാനമായും പറഞ്ഞത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തലച്ചോറിലെ പ്രശ്നങ്ങളൊക്കെ ഈ പാമ്പ് കടിയെ തുടർന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4 ദിവസം മുൻപ് വരെ വെന്റിലേറ്ററിലായിരുന്നു ചികിത്സയിൽ തുടർന്നത്. പിന്നീട് അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു. ഓരോ നിമിഷവും അനൂഷ് മരുന്നുകളോട് പ്രതികരിക്കുകയും ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുള്ളതുമാണ് അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫോളോ അപ്പ് ചികിത്സയുടെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാവുന്ന രീതിയിൽ അനൂഷ് പൂർണ്ണ ആരോഗ്യവാൻ തന്നെയായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫുട്ബോളും അവന് ഇഷ്ടപ്പെട്ട മെസ്സിയുടെ ജേഴ്സിയും നൽകിക്കൊണ്ട് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയിൽ നിന്ന് പോകുന്നത് പക്ഷേ കോടാലിയിൽ ആ പാമ്പ് കടിയേറ്റിട്ടുള്ള ആ വീട്ടിലേക്കല്ല, സ്വന്തം വീട്ടിലേക്ക് ഇപ്പോഴും അവർക്ക് കയറാൻ സാധിക്കാത്ത ഒരു സ്ഥിതി എന്ന് പറയുന്നത് ദയനീയമാണ്. സഹോദരന്റെ വീട്ടിലേക്കാണ് ആ കുട്ടിയുമായി മടങ്ങിയിരിക്കുന്നത്. കാരണം സ്വന്തം വീട്ടിൽ ഇപ്പോഴും താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇപ്പോഴും പിന്നീട് അവിടെ നമുക്കറിയാവുന്ന പോലെ തന്നെ തിരച്ചിൽ നടത്തിയപ്പോഴും പാമ്പുകളുടെ സാന്നിധ്യം കണ്ടിരുന്നു. അപ്പോൾ ഇനിയും അവിടെ പാമ്പുകൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടുള്ള ഒരു തിരച്ചിൽ വേണം എന്നുള്ള ആവശ്യം കൂടി ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ചികിത്സയുടെ ചിലവ് പൂർണ്ണമായും സർക്കാരാണ് വഹിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അതിലൊരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മകനെ നഷ്ടപ്പെട്ടെങ്കിലും മറ്റൊരാളെങ്കിലും തിരിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് നടത്തി തന്ന ഈ ആശുപത്രിക്കും ഓരോ മലയാളിയോടും നന്ദിയുണ്ട് എന്നുള്ളത് കൂടി ഇപ്പോൾ പിതാവ് സിൽജോ പറഞ്ഞു വെക്കുകയാണ്. അവർ വീട്ടിലേക്ക്, ഈ സഹോദരന്റെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. അത് തന്നെയാണ് അനൂഷിനെ തിരിച്ചു കിട്ടിയതിന്റെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആ മാതാപിതാക്കൾ. എന്തായാലും അവൻ ചിരിച്ചുകൊണ്ട് ആശുപത്രിയുടെ പടികൾ ഇറങ്ങി എന്നത് ആശ്വാസകരമായ സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. വിപിൻ സി വിജയനാണ് അങ്കമാലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.